നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റോട്ടിലെ കുഴികളാണ്. സർവീസ് റോഡും അല്ലാത്ത വരുന്ന ഭാഗത്തുള്ള കുഴികളും. അതെന്ന് വെച്ചാൽ സർവീസ് റോഡുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബക്കളം ധർമ്മശാല ഭാഗത്തുള്ള ആ ഒരു കുഴി അടച്ചത്, മണ്ണുകൊണ്ട് അടച്ചത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി ചരട് പോലത്തെ ഈ ടാറ് പൊട്ടിയിട്ടുള്ള കല്ല് വേറെയുണ്ട്, നിരങ്ങി പോകാനായിട്ട്. അങ്ങനത്തെ ഒരു കല്ല് ഭാഗത്ത് റോഡ് മൊത്തത്തിൽ എന്താ പറയണ്ടേ ചതറിയിട്ടുണ്ട്. അതായത് പൊളിഞ്ഞിട്ട്, റോഡ് പൊളിഞ്ഞിട്ട് ആ ഒരു കല്ല് ചതറിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ തന്നെ നല്ലപോലെ നടക്കും. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണിട്ടിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് എന്താ പറയുക പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സാധാ മണ്ണ്, നമ്മൾ വണ്ടി സ്ലിപ്പാവുന്ന മണ്ണില്ലേ, ആ മണ്ണാണ് അവിടെ പാച്ച് വർക്ക് ആക്കിയിട്ടിട്ടുള്ളത്. ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിന്. കുറേ ബൈക്കുകളൊക്കെ അതിൻ്റെ അകത്ത് കയറിപ്പോണ്ട്, നല്ലവണ്ണം കയറിപ്പോണ്ട്. പക്ഷേ പലരും അത് വെട്ടിച്ചിട്ടാവുന്നു. വെട്ടിച്ചിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മിറർ നോക്കിയിട്ട്, വലത്ത് ഭാഗത്ത് മിറർ നോക്കിയിട്ട് ഏതൊക്കെ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ നമ്മളങ്ങനെ വെട്ടിക്കാൻ പാടുള്ളൂ. ഇത് രാവിലെ ഒന്നും കുഴപ്പമില്ല, രാവിലെ പലരും അത് കയറാണ്ടൊക്കെ പോകും, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ എന്ന് വെച്ചാൽ രാത്രിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള വണ്ടികളൊക്കെ നമ്മളെ വലത്ത് വശത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തൂടെ സ്പീഡിൽ പോകുന്നതാണെങ്കിൽ ടയറിന് ഗ്രിപ്പും കൂടി ഇല്ലെങ്കിൽ വീഴുന്നുള്ള കാര്യത്തിൽ എന്താ പറയണ്ട, അത്രയും ഉറപ്പ് ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ടൂ വീലേഴ്സാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെങ്ങനെ മാസ് കാണിച്ചാലും വണ്ടിയുടെ ആ വണ്ടി കറക്റ്റായിട്ട് ആ റോട്ടിൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ വീഴുന്നുള്ളത് തീർച്ചയാണ്. സ്കൂട്ടർ എന്ന് പറയുന്നത് അറിയാമല്ലോ, ചെറിയ ടയറായതുകൊണ്ട് കുഴിയിലേക്കൊക്കെ പെട്ടെന്നേക്ക് കുത്തി വീണാൽ തന്നെ നമ്മുടെ എന്താ പറയണ്ട, നമ്മൾ മൊത്തത്തിലങ്ങ് തെറിച്ച് വീഴും. അപ്പോൾ തെറിച്ച് വീഴുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതെന്ന് വെച്ചാൽ രാത്രിക്കൊന്നും മനസ്സിലാവില്ല. രാത്രിക്കെന്ന് വെച്ചാൽ അത്രയും എന്താ പറയണ്ടേ വെള്ളം നിറഞ്ഞിട്ട് അതിൽ കുഴി ഏതാണെന്നുള്ള രീതിയൊന്നുമില്ല. ഇവിടെയെന്ന് വെച്ചാൽ റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ പകുതി മുക്കാൽ ആൾക്കാർ, മുക്കാലല്ല എല്ലാവരും റോഡ് ടാക്സ് കൊടുത്തിട്ട് തന്നെ പോകുന്നു. പക്ഷേ ഇവിടെ എന്നാണ് സംഭവം, ഏതെങ്കിലും ഒരു റോഡ് നന്നാക്കുന്നുണ്ടോ? ഈ NH-66 പണി തുടങ്ങിയ നേരം സർവീസ് റോഡെങ്കിലും നല്ലതാണെന്ന് വിചാരിച്ചിരുന്നു. എവിടെ നമ്മൾ സ്ലാബ് കയറി പോകേണ്ട ഒരു അവസ്ഥയാണ്, സ്ലാബിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. സ്ലാബിലോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ പകുതി മുക്കാൽ വണ്ടികളും പേച്ചാവും. കാരണം എന്ന് പറഞ്ഞാൽ സ്ലാബിൻ്റെ മുകളിൽ അധികവും ആണിയും അതേപോലെ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. അതിനുകൊണ്ട് എടുത്തിട്ടൊന്നും പോകാനേ പറ്റില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്ലാബ് പിന്നെയും പൊളിയാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് ഇടത്തോട്ട് വലിയ വണ്ടികൾ ഓവർടേക്കുമ്പോൾ സ്ലാബും പൊളിയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കുഴികളുള്ളതുകൊണ്ട് നിങ്ങൾ രാത്രി യാത്ര മാക്സിമം കുറക്കുന്നതായിരിക്കും നല്ലത്. പോകുന്നവർക്ക്, അത്യാവശ്യം പോകുന്നവർക്ക് എന്തായാലും പോകണം. പക്ഷേ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. നമുക്ക് എന്നാ പറയണ്ടേ, മഴയത്ത് വീണാനുള്ള അവസ്ഥ പറയണ്ടല്ലോ. കാരണം ഒന്നിക്കലേ നമ്മൾ കോട്ടിടുന്നതുകൊണ്ട് മിററൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതിയ നമ്മളെ 100 രൂപയുടെ ആ കോട്ടൊക്കെ കാറ്റ് നിറഞ്ഞാലും മിററും കാര്യങ്ങളൊന്നും കാണില്ല. ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് ഞാൻ ശരിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.